ലാലേട്ടനെ വെച്ച് അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കഥ അദ്ദേഹത്തോട് പറയാൻ പോയിട്ടില്ല. ഒരു കഥ പറയാൻ പോയായിരുന്നു, നല്ല കഥയായിരുന്നു. അതാണ് പിന്നെ നമ്മുടെ വിജയ് സേതുപതിയൊക്കെ കൂടി 96 എന്ന് പറഞ്ഞ ആ സെയിം കഥ ഞാനൊരിക്കൽ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒത്തിരി സിനിമകളുണ്ടായിരുന്നു, അതുകൊണ്ട് അത് നടന്നില്ല. അത് കഴിഞ്ഞാണ് ആ 96 എന്നുള്ള സിനിമ തമിഴിൽ വലിയതായിട്ട് വന്നത്. അങ്ങനെയാണ് കുഞ്ഞാലിമരക്കാർ ഞാനും ആന്റണി ചേട്ടനും ആദ്യം എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ആന്റണി ചേട്ടനും ഞാനും ചിന്തിച്ചത് 45 കോടി രൂപയുടെ ലോസാണ്. ഞങ്ങൾ ആദ്യം സിനിമ എടുക്കുന്നതിന് മുമ്പ് വരെ ആകാമെന്നാണ് ഞങ്ങൾ രണ്ടും കൂടെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ ബാൽക്കണിയിൽ ഇരുന്നപ്പം പറഞ്ഞത്. ശ്യാം പുഷ്കറിന് ലാലേട്ടനെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഒരു അപ്പോയിൻമെന്റ് ഒക്കെ റെഡിയാക്കി കൊടുത്ത ഒരു കഥ പോയി പറഞ്ഞു. ഞാനും ശ്യാം പുഷ്കറിനും കൂടെയാണ് ലാലേട്ടനെടുത്ത് ആദ്യം, ആഷിക്കും നമ്മുടെ കൂടെയാണ് ആദ്യം ലാലേട്ടനെടുത്ത് ജയന്റെ സ്കൂപ്പ് സിനിമ എടുക്കുന്ന കാര്യം സംസാരിക്കാൻ 2011 പോകുന്ന തേവര വീട്ടിൽ. ഇപ്പം ഈ പുതിയതായിട്ട് രൂപീകരിക്കപ്പെടാൻ പോകുന്ന സിനിമയുടെ പരിഷ്കരണത്തിനും അല്ലെങ്കിൽ സമഗ്ര സിനിമാ പോളിസിക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന്റെ രൂപീകരണ സമിതിയുടെ ഭാഗമാണ് സന്തോഷം. ഇപ്പം സർക്കാരിന് സത്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? കാരണം സർക്കാർ ഇതൊരു പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ്, പക്ഷെ സർക്കാരിന്റെ പരിഗണനയും ശ്രദ്ധയും ആ നിലയ്ക്ക് വ്യവസായം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും വരുന്നില്ല. പക്ഷേ ഈ ഇൻഡസ്ട്രിയുടെ ഗ്ലാമറിനെ പലതരത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് ഇതിനെ സംരക്ഷിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ വലിയ ഇടപെടൽ വേണ്ട ഒരു സമയം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും. കാരണം ഈ ഇൻഡസ്ട്രി ഗവൺമെൻറ്റിന് ഭയങ്കര റവന്യൂ ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയാണ്. ഇത് നമ്മളെ ഗവൺമെൻറ്റിനെ പറഞ്ഞ് ഈ കമ്മിറ്റിയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. കാര്യം ഈ ഇൻഡസ്ട്രിയിലൂടെ ഒത്തിരി ആൾക്കാർക്ക് ജോലി കിട്ടും. ജോലി കിട്ടുന്ന മാത്രമല്ല ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടും, ടാക്സിനും. അപ്പം നമ്മൾ ടൂറിസത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ, ഹോട്ടൽ റൂം വിറ്റ് പോകാനും ഒക്കെ അല്ലേ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പം എന്തുമാത്രം പൈസ ഹോട്ടലിലേക്ക് പോകുന്നത്, ഇതിൻ്റെ ടാക്സ് എല്ലാം ഗവൺമെൻറ്റിലേക്കല്ലേ പോകുന്നത്, തിയേറ്ററിൽ നിന്ന് ടാക്സ് ഗവൺമെൻറ്റിലേക്കല്ലേ പോകുന്നത്. ഗവൺമെൻറ് ഇതിനെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ, ഇപ്പം ഗുജറാത്തിൽ സിനിമ എടുത്താൽ 40% 30% സബ്സിഡി ഉണ്ട്, മധ്യപ്രദേശിലുണ്ട്, UP-യിലുണ്ട്. നേരെ ഇങ്ങനെയുള്ള ഈ ഇൻഡസ്ട്രിയെ വളർത്താൻ ഗവൺമെൻറ്റിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊക്കും. അത് ഗവൺമെൻറ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കും ഞാൻ ഈ കമ്മിറ്റിയിലൂടെ ഏറ്റവും കൂടുതൽ ശ്രമിക്കാൻ പോകുന്നത്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞു, ഇപ്പം ഗാങ്സ്റ്ററിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളൊന്നായിട്ട് ഞാനൊരു സൂപ്പർ സ്റ്റാർ പ്രൊജക്റ്റായിട്ട് വന്ന ഒന്നായിരുന്നു നീരാളി എന്ന് പറയുന്നത്. നീരാളി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നീരാളി റിലീസ് ചെയ്യുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ ഒരുപക്ഷെ ഒരു നിലയ്ക്കും ശ്രദ്ധിക്കപ്പെടാത്ത സിനിമയായിട്ടൊന്നായി. എന്നാൽ വ്യക്തിബന്ധം നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പും ശേഷമൊക്കെ മോഹൻലാലുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അത് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു നിരാശ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ഫസ്റ്റ് ടൈം കൊളാബറേഷൻ വിത്ത് മോഹൻലാലാണ് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ലാലേട്ടനെ വെച്ച് നല്ല ഗംഭീര ഒരു പടം ചെയ്യണമെന്ന് ഉള്ള ആഗ്രഹം മനസ്സിൽ ചെറുപ്പം തൊട്ടുള്ളതാണ്. ഞാൻ ലാലേട്ടനോട് എപ്പോഴും പറയും, ലാലേട്ടനെ കല്യാണത്തിന് വിളിക്കാതെ പോയൊരു അതിഥിയാണ്. അന്ന് ഞാൻ 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്നുള്ളൂ. ഞാൻ ചേച്ചിയോടും പറയാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ തൊട്ടപ്പുറത്തെ PJ ടെമ്പസിലെ ജോണിച്ചാൻ്റെ ജീപ്പിനകത്ത് കയറി ഞാൻ പോയതാണ്. നേരം ഈ നീരാളി എന്ന് പറഞ്ഞ സിനിമ ഞാൻ എടുക്കാനുള്ള സിനിമയല്ല, നമ്മുടെ കുമാർ സാർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്യാമറാമാൻ എടുക്കാൻ വേണ്ടി പോയ സിനിമയാണ്. അദ്ദേഹത്തിന് ആ സാമ്പത്തികം ആകാഞ്ഞത് കൊണ്ട് അവസാനം ഞാൻ ആ സിനിമ ലാസ്റ്റ് മിനിറ്റിൽ എടുക്കേണ്ട വന്ന സിനിമയാണ്. പക്ഷേ എനിക്ക് ആ സിനിമയിൽ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ പുതിയ ഡയറക്ടറായിരുന്നു. ഇപ്പം ഞാൻ പറയാം, രതീഷിനെ അല്ലെങ്കിൽ ആരെ വയ്ക്കുമ്പോഴും നമ്മൾ ആ ടീമിനെ കൂടെ നമുക്ക് വിശ്വാസമുള്ള 3-4 പേരെ എല്ലാ ടീമിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ആ സിനിമയിൽ അത് ഒത്തില്ല. കാര്യം ആ സിനിമയുടെ ഷൂട്ടിങ് ബോംബെ നടന്നതുകൊണ്ടും ഇവർ നേരത്തെ ഫുള്ളി സെറ്റ് ആയിരുന്നത് കൊണ്ടും നമുക്ക് അതിലേക്ക് ആരെയും, അതായത് ഒരു ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിൽ പ്രൊഡ്യൂസറായിട്ട് അതെ അതിൻ്റെ ഒന്നിലും അത് ചെയ്യാനൊത്തില്ല. അതുകൊണ്ടായിരിക്കാം. ഇപ്പം സിനിമയുടെ പ്രിവ്യൂ കണ്ടപ്പം തന്നെ എന്നോട് സുചേച്ചി പറഞ്ഞു, ഈ സിനിമ പോരാ, മോശമാകും, കാരണം സെക്കൻഡ് ഹാഫ് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞു. ലാലേട്ടനെ വെച്ച് അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കഥ അദ്ദേഹത്തോട് പറയാൻ പോയിട്ടില്ല. ഒരു കഥ പറയാൻ പോയായിരുന്നു, നല്ല കഥയായിരുന്നു. അതാണ് പിന്നെ നമ്മുടെ വിജയ് സേതുപതിയൊക്കെ കൂടി 96 എന്ന് പറഞ്ഞ ആ സെയിം കഥ ഞാനൊരിക്കൽ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒത്തിരി സിനിമകളുണ്ടായിരുന്നു, അതുകൊണ്ട് അത് നടന്നില്ല. അത് കഴിഞ്ഞാണ് ആ 96 എന്നുള്ള സിനിമ തമിഴിൽ വലിയതായിട്ട് വന്നത്. അദ്ദേഹത്തിന് പറ്റുന്നൊരു സിനിമ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനടുത്ത് പോയി ഉണ്ടായ ആ പേരുദോഷം ഞാൻ നികത്തും. എനിക്കുണ്ടായ പേരുദോഷം. ഈ ഞാൻ പറഞ്ഞില്ല, ഇപ്പം പ്രൊഡ്യൂസർ, ഇപ്പം ഡയറക്ടറിനെ സംബന്ധിച്ചുള്ള ഈ ആഘാത കൂടുതലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു പടം തലേദിവസം തന്നെ ഒരു പ്രതീക്ഷയോടെ നിന്നിട്ട് ഒരു ഡേ 1 വരുന്ന സമയത്ത് തിയേറ്ററിൽ നടക്കുക എല്ലാ കോളും പ്രൊഡ്യൂസറെ തേടിയെത്തുമല്ലോ ഇതിൻ്റെ കളക്ഷൻ സംബന്ധിച്ച്. ഒരു ദിവസം രാവിലെ ഒരു 11 മണി ഷോ മുതൽ ഒരു 9 മണി ഷോ അവസാനിക്കുന്നത് വരെയുള്ള ദിവസം
അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഓക്കെ മറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള മറ്റ് പല ബിസിനസ്സുകളിൽ നിൽക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് ഡേ വലിയ ആശങ്കയും ടെൻഷനൊക്കെ ഉണ്ടാക്കുന്നതാണോ? കാരണം അങ്ങനെ ഒരു ഡിസാസ്റ്റർ സ്വഭാവമുള്ള ഫെയിലിയേഴ്സും സിനിമയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നീരാളി പോലെ, നാരദൻ പോലെ, അല്ലെങ്കിൽ ഒരു ഡേ വണ്ണിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കളക്ഷൻ്റെ 4-1 പോലും വരാത്ത സിനിമകൾ കൂടി ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ആ ഡേ വൺ അഫക്റ്റ് ചെയ്യുന്ന ആളാണോ? ഞാൻ ബിസിനസ്സുകാരനാണല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഗവൺമെൻറ്റിൽ വേറെ ഇന്ത്യക്ക് പുറത്തുള്ള ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന ടെൻഡർ 100-150 കോടി രൂപയുടെ ടെൻഡറൊക്കെയാണ്. നേരം പലപ്പോഴും നമുക്ക് കിട്ടാറില്ല, ചിലത് കിട്ടും. എനിക്ക് പൈസ തരാനുള്ള വലിയ വലിയ കമ്പനികൾ പൊട്ടിപ്പോകാറുണ്ട്. നേരം ഇതൊന്നും നമ്മളെ ഇപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ആ സിനിമ വിജയിക്കേണ്ടതാണെങ്കിൽ ആ സിനിമ നല്ലതാണ്, സിനിമ വിജയിക്കും. ഞാനവിടെ ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എനിക്ക് പൈസ തരാനുള്ള വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു, കാരലിൻ എന്ന് പറയുന്നത്. അത് ഒരു ദിവസം അത് പൊട്ടിപ്പോയി, പത്രത്തിൽ വലിയ വാർത്ത വന്നു. എൻ്റെ സെക്രട്ടറി ഇങ്ങനെ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ പത്രം വായിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. സാർ എങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? 8 മില്യനോ 11 മില്യനോ ആണ്, വെച്ചാൽ നാട്ടിലെ 25 കോടി രൂപ. സാർ എങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അന്നേരം ഞാൻ പുള്ളിക്കാർ തിരിച്ചു പറഞ്ഞൊരു ഇതുണ്ട്, എടോ ഞാനിപ്പം ചിരിക്കാതിരുന്ന് ടെൻഷൻ അടിച്ച് ചത്തുപോയാൽ എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും നഷ്ടപ്പെടുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നാലും ഈ പൈസ ഒന്നും എനിക്ക് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ആ രീതിയിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ സിനിമ ഇറങ്ങുമ്പോഴും കാണത്തുള്ളൂ. നമ്മൾ നല്ല സിനിമ എടുത്താൽ അതിന് വേണ്ട രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുത്താൽ തീർച്ചയായിട്ടും ജനം അംഗീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന സിനിമ എല്ലാം പുതുമുഖങ്ങളാണ്, പെണ്ണും പൊറോട്ടും. രാജേഷ് മാധവൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന, എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഇപ്പം ഇതുപോലെ ഇപ്പം എനിക്കറിയാം, ആർക്കറിയാം, എനിക്കും വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടമുള്ള സിനിമയാണ്. ഞാൻ അതിൻ്റെ പ്രിവ്യൂ കാണുകയും ചെയ്തിട്ടുള്ള ആളാണ്, റിവ്യൂ തിയേറ്ററിലും കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ആ സിനിമയുടെ കാര്യത്തിലൊക്കെ അതിൻ്റെ സക്സസ് ഓഫ് ഫെയിലിയേഴ്സ് ഒന്നും മൈൻഡ് ചെയ്യാതെയാണല്ലോ സിനിമ ഡിസൈൻ ചെയ്തിരുന്നത്. സാനുവിൻ്റെ ഒരു മലയാളത്തിലെ ഡെബ്യൂ സിനിമ ചെയ്യണം, അങ്ങനെ അത് മാത്രമല്ല ഒരു സഹപാഠി എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ബോണ്ടിങ് ഒക്കെ അതിനൊരു ഫാക്ടർ ആയിട്ടുണ്ടല്ലോ. പക്ഷെ ആ സിനിമ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ആ സിനിമയെ തിയേറ്ററിൽ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ കിട്ടിയിട്ട് പോലും ആ തിയേറ്റർ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ ആ സിനിമയെ വിപണിയിൽ, ഞാൻ പറഞ്ഞത് വിറ്റെടുത്ത ആൾ കൂടിയാണല്ലോ. അതെന്താ ഒരു ആർക്കറിയാമിൻ്റെ ഒരു ജേണി? ഈ ആർക്കറിയ സിനിമ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് ആർക്കറിയ. സാനുവായിട്ടുള്ള ബന്ധമായിരിക്കും. ഞാനും സാനുവും തമ്മിൽ ഞാൻ പറഞ്ഞില്ല, 10ാം ക്ലാസ്സിൽ ഞങ്ങൾ ഇലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു. അവൻ KSUവിൻ്റെ സ്കൂൾ ചെയർമാനും ലീഡറും, ഞാൻ SFIയുടെ സ്കൂൾ ചെയർമാനായിട്ട് മത്സരിച്ചു. അന്നേരം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അന്ന് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ എനിക്ക് വേണ്ടി അടുത്ത പടം തീർച്ചയായിട്ടും ചെയ്യണം, അതിനകത്ത് നിനക്ക് എന്ത് ശമ്പളം വേണം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞേക്കണം. ഈ സിനിമയിലൊക്കെ അവൻ എന്നോട് ഇന്ന് വരെ ശമ്പളം പറഞ്ഞിട്ടില്ല, ഞാൻ കൊടുത്ത പൈസ മേടിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ സാമ്പത്തികമല്ല. എനിക്ക് ആ സാനുവിൻ്റെ ആ സിനിമയിലേക്കുള്ള ആ ഒരു അർപ്പണ മനോഭാവവും ആ സിനിമയിലേക്കുള്ള ഡെഡിക്കേഷനും. ഈ സിനിമയുടെ കഥ പറയാൻ അദ്ദേഹം ഒരു മലയാളത്തിലെ വലിയൊരു സിനിമാ നടൻ്റെ അടുത്ത് പോയി. ആ സിനിമ നടൻ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാൻ പോയതാണ്, ഞാൻ പോയില്ല. അന്നേരം അദ്ദേഹം സാനുവിനോട് പറഞ്ഞു, എനിക്ക് ഈ സിനിമയിൽ അച്ഛൻ്റെയും മോൻ്റെയും വേഷം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഡബിൾ റോൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ സാനു അദ്ദേഹത്തോട് ഒരു മറുപടിയുണ്ട്, എനിക്ക് 50 വയസ്സായി, ഞാൻ 25ാമത്തെ വയസ്സ് വരുമായിരുന്നെങ്കിൽ ചിലപ്പം അത് ഒന്ന് ചിന്തിച്ചേനെ, ഇപ്പം എന്നെ കൊണ്ട് അങ്ങനെയുള്ള റിസ്കുകൾ എടുക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ആ സിനിമയിൽ നിന്ന് ഇപ്പം ഞാനും സാനുവും ആ സിനിമ ഒത്തിരി ഡിസ്കസ് ചെയ്ത സിനിമയാണ്. കഥ എഴുതുന്നതും തൊട്ട് കാര്യം കോവിഡാണല്ലോ, യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. അവൻ പുതുപ്പള്ളിയിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു, ഞാനവിടെ ചെല്ലും, ഞങ്ങളിരിക്കും, വർത്തമാനം പറയും, സിനിമയിലെ കാര്യങ്ങൾ പറയും. അങ്ങനെ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമയാണ്. കോവിഡിൻ്റെ 2ാം തരംഗമായിരുന്നു, അതുകൊണ്ടാണ് സിനിമ തിയേറ്ററിൽ ഓടാഞ്ഞെന്ന് മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നെ ആ സിനിമയിലുണ്ടായിരുന്ന വിശ്വാസം കൊണ്ട് നമ്മൾ OTT നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്തു. OTTയിൽ നിന്ന് ആ സിനിമ നമ്മൾ ആർക്കറിയ സിനിമ എനിക്ക് ലോസ് അല്ല. 5.5 കോടി രൂപ ചിലവായി, 5,50,000 താഴെ, 5 എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഞാൻ ഏതോ ആരാണ്ടോട് പറഞ്ഞു, ഞാനൊരു പടത്തിൽ അഭിനയിച്ച പടം ഇറങ്ങിയാൽ പോലും ചിലപ്പോൾ അത് കൂടുതൽ കിട്ടും. പക്ഷെ ആ ഒരു സമയമുണ്ട്, കോവിഡിൻ്റെ 2ാം തരംഗം. പക്ഷേ വളരെ സന്തോഷമുണ്ട്, ആ സിനിമയിൽ നഷ്ടവും വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആ സിനിമയിലൂടെ ബിജു മേനോൻ എന്ന വലിയൊരു നടന് ആദ്യമായി സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഈ പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് നാഷണൽ അവാർഡ് ഇരിപ്പുണ്ട്. അന്നേരം ആ സിനിമ എല്ലാ രീതിയിലും എനിക്ക് വളരെ സന്തോഷം തന്ന സിനിമയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം, മായാനദി, ഇതുപോലുള്ള ഇപ്പം ആഷിഖുമായിട്ട് തുടർച്ചയായിട്ട് സിനിമ ചെയ്യുന്നു, സ്വന്തം ബാനറിൽ ചെയ്യുന്നു. ഇങ്ങനെ സിനിമ ചെയ്യുന്ന സമയത്ത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ സിനിമ
ഓടില്ല അല്ലെങ്കിൽ ഈ സിനിമ തിയേറ്റർ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്ന ഘട്ടമുണ്ടോ? നീലവിളിച്ചു എന്ന സിനിമ ഞാനും ആശയും കൂടെ ഒരുമിച്ച് ചെയ്യാനിരുന്നതാണ്. ഞാൻ ആദ്യം അതിൻ്റെ പൈസയൊക്കെ മുടക്കിയത് ഞാനാണ്. അനൗൺസ്മെന്റ് ടൈറ്റിൽ ആ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഞാനും ആശയ്ക്ക് തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഇപ്പോഴും ഇടയ്ക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, ഒരു പിണക്കവും ഇല്ല. അതായത് OPM-ൽ നിന്ന് പിന്മാറിയോ? അല്ല, OPM ഡ്രീമിൽ സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം വരെയുള്ള സിനിമകളെല്ലാം എടുത്തത്. ഇതും എടുക്കാൻ OPM ഡ്രീമിലാണ്. OPM സിനിമാസ് ആണ് ആഷിക്കിന്റെ പടം. ആഷിക്കിന്റെ ഒറ്റയ്ക്കുള്ള OPM ഡ്രീമിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഞാനും ആഷിക്കും കൂടെ പാർട്ട്ണർഷിപ്പ് ഉള്ള കമ്പനി. അതിപ്പോൾ ഞാൻ അതിന്റെ പാർട്ട്ണർഷിപ്പ് ആഷിക്കിൻ്റെ കംപ്ലീറ്റ്ലി ഇങ്ങ് എടുത്തു. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം. അതിലാണ് മായാനദി, മഹേഷിന്റെ പ്രതികാരം ഒക്കെ ഉള്ള സിനിമ. ഏതാണ് നേരം എനിക്ക് ആ സിനിമയിലുള്ള വിശ്വാസം വളരെ കുറവായിരുന്നു. ഏതാ പറഞ്ഞത്, നീലവെളിച്ചത്തിൽ. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, മനസ്സിനകത്ത് പറയും. ഞാനും ആഷിക്കും കൂടെ ഒരുമിച്ചാണ് ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ്റെ അതിൻ്റെ റൈറ്റ് മേടിച്ചത്. ഏകദേശം 40-35 ലക്ഷം രൂപ കൊടുത്താണ് ആ സിനിമയുടെ റൈറ്റ് മേടിച്ചത്. ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടന് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു ഭാർഗവനിലയം 2ാം പാട്ട്. പക്ഷേ എന്തോ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ, സിനിമ പരാജയപ്പെടുമെന്ന് വിചാരിച്ച് മാറിയതല്ല കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത, ഞാൻ പറഞ്ഞില്ലേ, അതിൽ കൂടുതൽ നഷ്ടപ്പെട്ട സിനിമകളുണ്ട്. നഷ്ടമുണ്ടാകുന്നതിനൊക്കെ ഒരു ലെവലുണ്ടല്ലോ. ഞാൻ എപ്പോഴും കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്നയാളാണ് ബിസിനസ്സിലായിരുന്നു. വെച്ചാൽ ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് പരാജയപ്പെട്ടാൽ ഞാൻ വഴിയിലാകല്ല, എൻ്റെ പിള്ളേരും ഭാര്യയും എൻ്റെ വീട്ടുകാരും ആരും വഴിയിലാകല്ല എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന ആളാണ്. അങ്ങനെയാണ് കുഞ്ഞാലിമരക്കാർ ഞാനും ആന്റണി ചേട്ടനും ആദ്യം എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ആന്റണി ചേട്ടനും ഞാനും ചിന്തിച്ചത് 45 കോടി രൂപയുടെ ലോസാണ്. ഞങ്ങൾ ആദ്യം സിനിമ എടുക്കുന്നതിന് മുമ്പ് വരെ ആകാമെന്നാണ് ഞങ്ങൾ രണ്ടും കൂടെ ഒറ്റയ്ക്ക് പോയി അദ്ദേഹത്തിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നപ്പം പറഞ്ഞു. പുള്ളിയാണ് ചേട്ടന് ലോസ് അതിൻ്റെ ഭാഗം എടുക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതെ. പക്ഷേ സിനിമയുടെ ലോസ് നമ്മൾ വിജയം എന്നുള്ളതിന് സമാന്തരമായിട്ട് ഇത് നമുക്ക് നഷ്ടപ്പെട്ടാൽ ഇത്രയാണ് നഷ്ടം എന്നും എല്ലാ പടത്തിനും മുമ്പ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കും, ഈ പടത്തിൽ നഷ്ടമുണ്ടായി. ഇപ്പം എടുക്കാൻ പോകുന്ന പെണ്ണും പൊറോട്ടും, ആ പടത്തിന് ഇപ്പം ആ പടത്തിൻ്റെ ഞാൻ പറയാം പ്രീ പ്രൊഡക്ഷൻ വർക്ക് തുടങ്ങിയിട്ട് 4 മാസമായി. നല്ല പൈസ പ്രീ പ്രൊഡക്ഷന് പോകുന്നുണ്ട്. ആ സിനിമയിൽ എന്തുമാത്രം നഷ്ടമുണ്ടാകാമെന്നുള്ളൊരു കാൽക്കുലേഷൻ എൻ്റെ മനസ്സിലുണ്ടായാൽ, ഇതൊന്നും ഒരു ദൈവികമല്ലല്ലോ. എന്നുവെച്ചാൽ ഇത് നഷ്ടമുണ്ടാകാം, ലാഭമുണ്ടാകാം, നമ്മൾ വിചാരിച്ച പോലെ വരണമെന്നില്ല. ഇപ്പം ലാലേട്ടൻ തൂങ്ങിക്കിടന്ന് മറ്റേ സിനിമയിൽ അയ്യോ എന്ന് വിളിച്ചത് ലാലേട്ടൻ്റെ ഫാൻസിന് ഒട്ടും സഹിച്ചിട്ടില്ല. അത് നമുക്ക് മുൻകൂട്ടി കാണാൻ നോക്കുമായിരുന്നെങ്കിൽ ആ അയ്യോ വിളി അവിടെ ഒഴിവാക്കായിരുന്നു. ആ കൈ പിടിച്ച മറ്റേ ആൾ കയറ്റിയത് ലാലേട്ടൻ്റെ ഫാൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നമുക്ക് മുൻകൂട്ടി കാണാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ തന്നെ നമ്മളെ മറ്റേ സിനിമകളിലൊക്കെ പോലെ ചാടി മോളി വരുന്ന ആക്കായിരുന്നു. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ ഒക്കാത്തതാണ് പ്രശ്നം. പക്ഷേ ഞാൻ എപ്പോഴും കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാറുള്ളൂ. നേരം സിനിമയിൽ നഷ്ടമുണ്ടാകാം, ലാഭം, എല്ലാ ബിസിനസ്സും പോലെയല്ലേ. എൻ്റെ ചെറുപ്പത്തിൽ കോട്ടയത്ത് ഒത്തിരി സ്വർണ്ണക്കടയുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സ്വർണ്ണക്കടയിൽ ഇപ്പം നിലനിൽക്കുന്ന സ്വർണ്ണക്കടകളൊന്നുമില്ല. ഭീമ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പൂട്ടിപ്പോയി. പറക്കാട്ട് എല്ലാം ഒന്നുമില്ല, ഒന്നും കോട്ടയത്ത് കാണാനില്ല. വലിയ വലിയ സ്വർണ്ണക്കടകളാണ്, എല്ലാവരും സ്വർണ്ണമല്ലേ വിറ്റത്. അത് കഴിഞ്ഞ് അവിടെയൊക്കെ പിന്നെ വന്ന സ്വർണ്ണക്കടകളെല്ലാം എന്തുമാത്രം വലുതേ എന്ന് പറഞ്ഞ പോലെ എല്ലാ ബിസിനസ്സിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എഫേർട്ട് ഇട്ട് അതിൻ്റെ രീതിയിൽ കൊണ്ടുപോയാൽ ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സിനിമയിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ പോയാൽ സിനിമ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഒരു രീതിയിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരെ പറയണം. നേരെ പറയാതെ ഒളിച്ചു വെച്ചാൽ സിനിമ നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചാൽ എല്ലാവരെയും പേടിച്ച് സിനിമ എടുക്കാൻ പ്രൊഡ്യൂസർ പോയാൽ സിനിമ പൊട്ടിപ്പോകും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം OTTക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പം തിയേറ്ററിൽ ഇപ്പം ഓപ്പൺഹൈമർ ഇറങ്ങുന്ന ദിവസം തന്നെ മലയാളത്തിൽ നിന്നൊരു പടം വന്നാൽ ആളുകൾ ഈ 2 പടത്തിൽ ഒരേ നിലയ്ക്കാണ് കാണുന്നത്, അതിൻ്റെ ഗ്രാഫിക്സിനെ, VFXനെ. അപ്പം മലയാളം കുറച്ചുകൂടി കോമ്പീറ്റ് ചെയ്യുന്ന ഈ എല്ലാ ഭാഷകളോടും കിടപിടിക്കുന്ന രീതിയിൽ പോയല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മലയാളത്തിന് ഒരുപക്ഷെ തെലുങ്കിൻ്റെയോ തമിഴിലെയോ പോലത്തെ ഒരു ബജറ്റിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു ബജറ്റ് ഫ്രെയിമിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് ഈ പറയുന്ന ഒരു ബിഗ് ടിക്കറ്റ് സിനിമകൾക്ക് റിസ്ക് ആവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം നോക്കുക, മലക്കോട്ടെ വാലിബൻ ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഈ ആട് ജീവിതം അനൗൺസ് ചെയ്യപ്പെട്ട വരാനിരിക്കുന്ന സിനിമയാണ്. ഇത്തരം സിനിമകൾക്ക് തിയേറ്റർ റണ്ണിലൂടെ തന്നെ അവരുടെ മുടക്ക് മുതൽ തിരിച്ചുവിടാനുള്ള ശേഷി ഇപ്പോൾ മലയാളത്തിനുണ്ടോ? അല്ലെങ്കിൽ അത്തരം സിനിമകൾ കൂടുതൽ ആലോചിക്കാവുന്ന രീതിയിലേക്കാണോ മലയാളി ഇപ്പോൾ എത്തിയിരിക്കുന്നത്? ഈ നല്ല ഒരു ഇപ്പം ലാലേട്ടൻ്റെ ഒക്കെ ഇപ്പം പുലിമുരുകനൊക്കെ തിയേറ്ററിൽ നിന്ന് ഭയങ്കരമായി കളക്ട് ചെയ്ത, ലൂസിഫർ കളക്ട് ചെയ്ത പടമല്ലേ. അതുപോലൊരു പടം വന്നാൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യാം, അതായത് തിരിച്ചു പിടിക്കാം. കാരണം ഇത്രയും ജനസംഖ്യയില്ലേ. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു നല്ല സിനിമയാണെങ്കിൽ ഇപ്പം
ഈ കഴിഞ്ഞ ദിവസം ഞാനായിട്ട് ഫേസ്ബുക്കിനിടയിൽ 2-3 പേരിട്ടിട്ടുണ്ട്. ഞാൻ എന്നാൽ താൻ കേസോട് 2-3 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടു നിന്നിട്ടുണ്ട്. അങ്ങനെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നല്ലതാണെങ്കിൽ, ചീത്തയാണെങ്കിൽ കാണത്തില്ല. തീർച്ചയായിട്ടും കോസ്റ്റ് മാനേജ് ചെയ്യാം. പടം നല്ലതായിരിക്കണം. അത് ആൾക്കാർക്ക് അത് കാണാനുള്ള ആഗ്രഹം ഉണ്ടാക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സംതൃപ്തി കിട്ടണം. തീർച്ചയായിട്ടും അത് ഉണ്ടാവും. ഈ പിന്നെ മലയാളത്തിലെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ തന്നെ പറയുമ്പോൾ നേരത്തെ പല സ്ഥലത്തും സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ പ്രീ ഡിഗ്രി കാലത്ത് ഫാദർ പിന്നെ 20,000 രൂപ തന്ന് ഇന്ത്യ ചുറ്റി കണ്ടോളാൻ പറഞ്ഞിട്ട് പോയിരുന്നു എന്നുള്ളത്. അത് പിന്നീട് ഈ പറയുന്ന ഒരു ബിസിനസ് സെക്ടറിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ കാലത്ത് കഴിഞ്ഞാൽ പഠിക്കുന്നതിന് സമാന്തരമായിട്ട് ഇപ്പോൾ SFIയുടെയൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ചുമതലയൊക്കെയുള്ള സമയത്ത് സമരം ചെയ്തതുകൂടി ഇതൊക്കെ പിന്നീട് ഈ ഒരു പ്രായോഗികതയിൽ അല്ലെങ്കിൽ ബിസിനസ് വ്യാവസായിക ജീവിതത്തിലേക്ക് ഭയങ്കര ഗുണപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെയൊക്കെ ഒരു ആകത്തുക വന്നിട്ടുള്ളത്? ഈ ഞാൻ പ്രീ ഡിഗ്രി ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് ചില അക്രമ രാഷ്ട്രീയത്തിൽ വെച്ചാൽ സമരം, ബസ്സെറിയുക, പോലീസുമായിട്ട് തല്ലുക, അങ്ങനെയുള്ള ഒരു ഇതിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇലക്ഷന് മത്സരിച്ച് ഞാൻ ആദ്യത്തെ കൊല്ലം CMS കോളേജ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കോളേജ്, ഫസ്റ്റ് കോളേജിൽ SFI അല്ല ഞാൻ പഠിച്ചത്. പക്ഷെ കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ്, ഫസ്റ്റ് കേരളത്തിലെ കോളേജാണ്. അന്നേരം ഈ കോളേജിലെ SFI എന്ന് പറഞ്ഞുള്ള ഒരു പാനലില്ല. അന്നേരം അതിന് മുമ്പ് വരെ ISA എന്ന് പറഞ്ഞ സുരേഷ് കുറുപ്പൊക്കെ മത്സരിച്ച് ISA ആണ്. ഞാൻ പഠിക്കുന്ന ആ കൊല്ലമാണ് SFI എന്നുള്ള പാനലുണ്ടാകുന്നത്. അങ്ങനെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജാണ്. അവിടെ SFI എന്നൊരു പാനൽ ജയിക്കാൻ എളുപ്പമല്ല. അന്നേരം അന്ന് ഇലക്ഷന് ഞാൻ ഒഴിച്ച് അന്ന് SFIയുടെ പാനൽ മത്സരിച്ച് എല്ലാവരും ജയിച്ചു. അന്നേരം എന്നെ എന്തെങ്കിലും പോസ്റ്റ് തരാൻ വേണ്ടി അന്ന് സാലി മെമ്മോറിയൽ ഫുട്ബോൾ സ്പോർട്സ് സെക്രട്ടറി ആക്കി മാറ്റി. അത് കഴിഞ്ഞ് ഞാൻ ബസേലിയസ് കോളേജ് വന്നപ്പം അന്ന് വലിയൊരു ലാത്തി ചാർജ് ഉണ്ടായി. മനോരമയുടെ ഫ്രണ്ട് പേജിൽ മരിച്ചുപോയ വിക്ടറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരു വിദ്യാർത്ഥി പോലീസിനെ നേരിടുന്നെന്ന് പറഞ്ഞ്. അത് വന്ന് ഞാൻ ഒരു 10-18 ദിവസം ഒളിവിൽ പോകേണ്ടി വന്നു. ആ സമയത്താണ് ഇലക്ഷൻ വരുന്നത്. അന്നേരം അന്ന് ഇലക്ഷന് മത്സരിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ തോറ്റു. അതുകൊണ്ട് ഞാൻ ഇലക്ഷന് മത്സരിച്ചില്ല. അന്നേരം അന്ന് എനിക്ക് ഫിലിം ക്ലബ് സെക്രട്ടറി എന്നുള്ള ഒരു പോസ്റ്റ് വന്നു. ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പോസ്റ്റ്. നമ്മളിപ്പം പറഞ്ഞില്ല ഡൽഹിയിൽ KV തോമസിന് വേണ്ടി പോസ്റ്റൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്ന പോലെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പോസ്റ്റാണ് ഫിലിം ക്ലബ് സെക്രട്ടറി. എന്നാൽ ആ കാലഘട്ടത്തിൽ അന്ന് ഞാൻ ബസേലിയസ് കോളേജിൽ ജഗദീഷ് ശ്രീകുമാറിനെ കൊണ്ടുപോയി. ജഗദീഷ് ശ്രീകുമാർ 1 മണിക്കൂർ കോളേജിൽ നിന്ന് പ്രസംഗിച്ചു. മുരളിച്ചേട്ടനെ ഞാൻ കോളേജിൽ കൊണ്ടുപോയി. മുരളിച്ചേട്ടൻ ഒരു മണിക്കൂർ പ്രസംഗിച്ചു. അന്ന് നമ്മുടെ ക്യാമറാമാൻ വേണു ബസേലിയസിൽ പഠിച്ചത് വേണുചേട്ടനെ കൊണ്ടുപോയി. അങ്ങനെ മലയാളത്തിൽ നിന്ന് കൊണ്ടാകാവുന്ന എന്നെയും കൊണ്ടാകാവുന്ന എല്ലാ ആക്ടേഴ്സിനും ഒരു കോളേജിൽ ഒരു കൊല്ലം കൊണ്ടുപോയി. ആ ഫിലിം ക്ലബ് സെക്രട്ടറി ആയിട്ടുള്ള സമയം. എന്നിട്ട് ഞാൻ പറഞ്ഞത് അതൊക്കെ നമുക്ക് ഉണ്ടായേക്കുന്നതെന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഇതാണ്. അതിനു മുമ്പ് എൻ്റെ പപ്പ ഞാൻ പറഞ്ഞത്, ഞാൻ സ്പെയർ പാർട്സ് തുടങ്ങിയപ്പം അന്ന് എൻ്റെ 1 ലക്ഷം രൂപ എടുത്ത് തന്ന് കട തുടങ്ങാൻ പറഞ്ഞു. അതിന് മുമ്പാണ് ഇന്ത്യ മുഴുവൻ കണ്ടോളാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള കോളേജിൽ പോയി ചേർന്നോളാൻ പറഞ്ഞു. അങ്ങനെ തന്നൊരു സ്വാതന്ത്ര്യവും നമുക്ക് ഒത്തിരി ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ എന്നോടത് അന്ന് പുള്ളിയുടെ ഒത്തിരി ആകെ ഉണ്ടായിരുന്ന പൈസയാണ് 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം എടുത്ത് തന്ന്. എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ 5 ലക്ഷം ഉണ്ട് അല്ലെങ്കിൽ 1 കോടി ഉണ്ട്, അത് സിനിമയ്ക്ക് മുടക്കി, നഷ്ടപ്പെട്ടാലും ഇത്രേ വരാനുള്ളൂ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഒരു ബിസിനസ് മുടക്കി ഇത്രേ വരാനുള്ളൂ, നമുക്ക് വീണ്ടും അതിനുള്ള അവസരമുണ്ടെന്നുള്ള ചിന്ത ഉണ്ടാക്കി തന്നത് പപ്പ അന്ന് തന്ന ഒരു ധൈര്യമാണ്. കോളേജ് രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടിയതാണ്. അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് അയോധ്യ ക്ഷേത്രം പൊളിക്കുന്നത്, അല്ല മോസ്ക് പൊളിക്കുന്നത്, ബാബറി മസ്ജിദ്. അന്ന് കോട്ടയത്ത് നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ് നടക്കണം. UR അനന്തമൂർത്തി സാറ് വൈസ് ചാൻസലറാണ്. 3 ദിവസം ഭാരത് ബന്ദായിരുന്നു. അന്ന് നമ്മുടെ ക്യാമ്പ് നടക്കുകയാണ്. എന്നിട്ട് അന്നൊക്കെ നമ്മൾ ആ ക്യാമ്പ് ഈ 3 ദിവസം നാഷണൽ ബന്ദായിട്ടും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പിള്ളേരുണ്ട്. ആ ക്യാമ്പ് അതൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്തി. അന്നേരം അതൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രത്തിൽ നിന്ന് കിട്ടിയേക്കുന്ന, അന്നേരം അതിൽ നിന്നൊക്കെ കിട്ടിയേക്കുന്ന പല കാര്യങ്ങളാണ് ഇവിടെ ഫിനാൻസ് കൺട്രോളൊക്കെ വെക്കുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായേക്കുന്നത് ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ആയിരിക്കും. ഇപ്പം പോയാൽ ഇത്രേ പോകാനുള്ളൂ, പാർട്ടിക്കാർ പറയുന്നത് നഷ്ടപ്പെടാൻ നമുക്കിത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ എന്ത് നഷ്ടപ്പെടാൻ പറയാമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളോട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമ്മളോട് ചെയ്യണ്ട. ഞാൻ എപ്പോഴും പണ്ട് തൊട്ട് വിശ്വസിക്കുന്നത് സം വിൽ സം വോണ്ട്, സോ വാട്ട്, ഹൂ ഈസ് നെക്സ്റ്റ്. ഇപ്പോൾ സിനിമയ്ക്ക് ഡയറക്ടർമാരെടുക്കെ പോകുമ്പോഴും ആക്ടേഴ്സിനടുക്കെ പോകുമ്പോഴും ബിസിനസ്സിന് പല കമ്പനിക്കാരെടുക്കെ പോകുമ്പോഴും എല്ലാം നമ്മൾ ചിന്തിക്കുന്നതാണ് സം വിൽ സം വോണ്ട്, സോ വാട്ട്, ഹൂ ഈസ് നെക്സ്റ്റ്. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പോളിസി.
ഒരു കാര്യത്തിനും ടെൻഷനില്ല, എല്ലാം ഭംഗിയായിട്ട് പോകും. സിനിമ നമുക്കുള്ളതാണ്, നമ്മൾ സിനിമ എടുക്കും, സിനിമയുടെ പുറയിൽ അങ്ങോട്ട് പോകത്തില്ല. ഈ കൊല്ലം പടം, അടുത്ത കൊല്ലം ഒരു പടം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫൈനലൈസ് ചെയ്തില്ല. അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ ഇടയിൽ ചോദിച്ചാൽ ഇപ്പം ശ്യാം പുഷ്കരന്റെ സംവിധാനത്തിലുള്ള പടം സന്തോഷ് കുരുവിള പ്രൊഡക്ഷൻസിന് വരുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ മോഹൻലാൽ പടം ഒരു പ്ലാനിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ശ്യാം പുഷ്കറിന് ലാലേട്ടനെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ റെഡിയാക്കി കൊടുത്ത ഒരു കഥ പോയി പറഞ്ഞു. ഞാനും ശ്യാം പുഷ്കറിനും കൂടെയാണ് ലാലേട്ടനെടുത്ത് ആദ്യം, ആഷിക്കും നമ്മുടെ കൂടെയാണ് ആദ്യം ലാലേട്ടനെടുത്ത് ജയൻ്റെ സ്കൂപ്പ് സിനിമ എടുക്കുന്ന കാര്യം സംസാരിക്കാൻ 2011 പോകുന്ന തേവര വീട്ടിൽ കൊടുങ്കാറ്റ് അതെ കൊടുങ്കാറ്റ് അത് സംസാരിക്കാൻ പോയതാണ് അന്ന്. അത് കഴിഞ്ഞ് ശ്യാം എന്നോട് ഇങ്ങനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ അതിനുള്ള നമ്പറൊക്കെ എടുത്ത് കൊടുത്ത് വിളിച്ച് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ വന്ന വാർത്തകളല്ലാതെ ഒരു യാഥാർത്ഥ്യം കുറെ ഇതിന്റെ സമാന്തരമായിട്ട് ഇതിന്റെ ഈ പെണ്ണും പൊറാട്ടും എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സൂപ്പർ സ്റ്റാർ സിനിമ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരുപക്ഷെ ഒരു ആക്ടറിനെ സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് കൊണ്ടുവരാവുന്ന സ്വഭാവത്തിലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പെണ്ണും പൊറാട്ടും എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു എക്സ്പെരിമെന്റൽ സിനിമയാണ്. എന്താണത്? അതൊരു പാലക്കാടൻ പക്ക ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയ ഒരു ഗ്രാമം മാത്രം വെച്ചുള്ള ഒരു സ്റ്റോറിയാണ്. അത് നല്ലൊരു കഥയാണ്, കേട്ടിടത്തോളം നല്ല കഥയാണ്, പല പ്രാവശ്യം കേട്ടു. അതിൻ്റെ ഇപ്പം ആ ഡയറക്ടറിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണല്ലോ. രാജേഷിനെ നമുക്കൊക്കെ പരിചയം, ഓക്കെ, നേരത്തെ ടെക്നീഷ്യൻ സൈഡിലുണ്ടായിരുന്നു, കാസ്റ്റിംഗ് ഡയറക്ടറാണ്. എന്നാൽ രാജേഷ് ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രോമിസിംഗ് ആയി നിൽക്കുന്ന സമയത്താണ് ഫസ്റ്റ് ഡയറക്ഷൻ വരുന്നത്. രാജേഷ് നമ്മുടെ കൂടെ മഹേഷിന്റെ പ്രതികാരം തൊട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുണ്ട്, അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സിനിമയിലും എനിക്ക് തോന്നുന്നു രാജേഷ് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ സിനിമയിലും ടെക്നീഷ്യനായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. മിക്ക ഒരു 90% സിനിമയിലും വളരെ ടാലൻറ്റഡ് ആണ്. പിന്നെ അദ്ദേഹം എന്നോട് ഞാനൊരിക്കൽ ഇപ്പോഴൊന്നുമില്ല, പണ്ട് പറഞ്ഞതാണ്, എന്തെങ്കിലും സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സിനിമ എടുക്കാം എന്ന് പറഞ്ഞതാണ്. അന്നേരം സിനിമ എടുക്കാൻ നേരം എൻ്റെ അടുക്ക വന്നു, കഥ പറയട്ടെ എന്ന് ചോദിച്ചാൽ ഒരു കഥയും പറയണ്ട, അല്ല ചേട്ടാ കഥ കേൾക്കണം, നിർബന്ധമായിട്ടും കേൾക്കണം. അങ്ങനെ ഞാൻ കഥ കേട്ടാണ്. കാരണം എനിക്ക് രാജേഷിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം സിനിമയിൽ ലാഭമാകാം നഷ്ടമാകാം, പക്ഷെ ആ വിശ്വാസം ഉണ്ടല്ലോ, അത് പുള്ളിയിൽ നിന്ന്. കാര്യം പുള്ളി ഇത്രയും നാൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നതാണല്ലേ. ദിലീഷ് പോത്തനും രാജേഷും ഒരുമിച്ച് പഠിച്ച അറിയാലോ അല്ലേ, കാലടി സർവകലാശാലയിൽ ഒരേ പഠിച്ചാണ്. നേരം നല്ലത് അദ്ദേഹത്തിൽ നിന്ന് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പം വലിയ നടനൊക്കെ ആയി മാറി, ഇപ്പം വലിയ ഹീറോ ആയിട്ട് വലിയ ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യാൻ. ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അഭിനയത്തെക്കാളും കൂടുതൽ ഡയറക്ഷൻ ആയിരിക്കും. നന്നായി വരുമെന്ന് പ്രതീക്ഷയുള്ള സിനിമയാണ്. പ്രതീക്ഷകളാണല്ലോ ജീവിതം. ഈ സമാന്തരമായിട്ടാണല്ലോ ബിസിനസ് ഇതാകുന്നത്. അതിൽ റെസ്റ്റോറൻറ്റ് ചെയ്യുന്നുണ്ട്, അവിടെയും ഇപ്പം ബിഗ് മൗത്ത് വരെയുള്ള ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. നമ്മളൊരു പേരിൽ പോലും ഒരു സർപ്രൈസിങ് എലമെൻ്റുള്ള പരീക്ഷണം നടത്തുന്നത്. ഇപ്പം ഡോണറ്റ് ഫാക്ടറി അടക്കമുള്ള ഇതാണ് നടക്കുന്നത്. ഈ സിനിമയ്ക്ക് പുറത്തുള്ള ഈ പറയുന്ന ഇൻഡസ്ട്രി സെക്ടറിൽ അടക്കമുള്ള ഒരു ഫോക്കസ് എങ്ങനെയാണ്? അതെന്തൊക്കെയാണ് ചെയ്യുന്നത് ആ ഒരു മേഖലയിൽ? ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ്സ് ചെയ്യുമ്പോൾ എനിക്ക് പണ്ട് തൊട്ടൊരു പാഷനുള്ള സാധനമാണ്. ഞാൻ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. ഡാദടിയുടെ സമയത്തൊക്കെ എനിക്കും ആ വണ്ണം ഉണ്ട്. ഫോട്ടോസൊക്കെ അടക്കുന്നതല്ലോ. ഞാനൊക്കെ അന്ന് ഞങ്ങൾ ഈ നമ്മുടെ ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു. എൻ്റെ വണ്ണത്തിൻ്റെ പല കഥകളും ഞാൻ ഇവരോടൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. മറ്റേ ശ്യാമിനോടും ദിലീഷിനോടും ഒക്കെ, ദിലീഷ് പോത്തനോടും ദിലീഷ് നായരോടും ഒക്കെ. നേരം ഈ ബിസിനസ് എന്ന് പറയുമ്പം ഇപ്പം റെസ്റ്റോറൻറ്റ് എൻ്റെ പാഷനാണ്. ഇപ്പം ഞാൻ ആഫ്രിക്കയിലെ ഒരു വലിയ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് തുടങ്ങാൻ വേണ്ടി എല്ലാം രജിസ്റ്റർ ചെയ്തു. എൻ്റെ കിച്ചൻ്റെ വർക്കുകൾ നടക്കുന്നു, അവിടെ തുടങ്ങാൻ പോവുകയാണ്. കാക്കനാട് തുടങ്ങുന്നുണ്ട്. കാരണം അതെൻ്റെ ഒരു പാഷനാണ്. ബിഗ് മൗത്ത് എന്നുള്ള പേര് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഫാമിലിയായിട്ട് ഒരു 8 കൊല്ലം മുമ്പ് സൗത്ത് ആഫ്രിക്ക വന്നപ്പം ഒരു റെസ്റ്റോറൻറ്റ് വാതിക്കെ ഭയങ്കര ആൾക്കൂട്ടം. അന്നേരം ക്യൂ നിന്ന് കയറണം. അവിടെ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നല്ല ഗംഭീര ഭക്ഷണം. ഈ 6 മാസം മുമ്പ് ഞാൻ വീണ്ടും ആ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ അതേപോലെ ഒരു 8 കൊല്ലം കഴിഞ്ഞ് അതേപോലെ ആൾക്കൂട്ടം. അന്നേരം ഞാൻ അതിൻ്റെ ഓണർമാരോട് ചോദിച്ചു, നിങ്ങൾക്ക് നമ്മളോട് ഇന്ത്യയിലെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഇങ്ങനെ തിരക്കിച്ചു. പക്ഷെ അവർ വളരെ ഹാപ്പിയായിട്ട് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, ജോഹൻസ്ബർഗിൽ മാത്രം ബിസിനസ് ചെയ്യണം. അങ്ങനെയാണ് എനിക്ക് ആ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ബിഗ് മൗത്ത്. അങ്ങനെയാണ് ആ പേര് ഇട്ടിപ്പോൾ തിരുവല്ലയിൽ തുടങ്ങി, എറണാകുളത്ത് പാലാരിവട്ടം, ഇപ്പം കാക്കനാടും തുടങ്ങുന്നു. ഇന്ത്യയിൽ ഇത് 3 ഉള്ളൂ കേട്ടോ. കാരണം ഇന്ത്യയിലെ ബിസിനസ്സുകൾക്ക് ഒത്തിരി ടെൻഷൻസും ഒക്കെ ഉണ്ട്. പുറത്താകുമ്പോൾ അത്രയും ടെൻഷൻ ഇല്ലല്ലോ. ഈ സിനിമയുടെ കാര്യത്തിൽ ഇപ്പം എന്താണ് ആഗ്രഹിക്കുന്നത്? മലയാളത്തിൽ ഏത് തരം സിനിമയാണ് ഇനി തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പം എൻ്റെ അടുത്ത പടം
ഇതാ ഞാൻ പറഞ്ഞില്ലേ ഒരു തമാശയാണ്. അതിൻ്റെ പിന്നത്തെ പടം ഒരു കംപ്ലീറ്റ്ലി ലവ് സ്റ്റോറിയാണ്. ഒരു നായകനും നായകൻ്റെ കൂടെ ഒരു 5-8 കാമുകിമാരും ഉള്ള ഒരു സിനിമയാണ് അതിന് പിന്നത്തെ പ്ലാൻ ചെയ്തേക്കുന്നത്. വലിയ സിനിമയാണ്, ഒരു 10-20 കോടി രൂപയുടെ മുകളിൽ ബഡ്ജറ്റ് വരുന്ന സിനിമയാണ്. അതിന് പിന്നത്തെ ആയില്ല, ഫൈനലായില്ല, ആയിക്കൊണ്ടിരിക്കുന്നത്. ആയാൽ അവിടം വരെയൊക്കെ ആയിട്ടുള്ളൂ. കാരണം ഒത്തിരി മുമ്പോട്ടുള്ള കഥകൾ ഇപ്പം കേട്ടാൽ നേരത്തെ ട്രെൻഡ് മാറിപ്പോയത് കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ട്രെൻഡുകൾ എപ്പം വേണേലും മാറാം ഇപ്പം. അതുകൊണ്ട് അങ്ങനെ കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കാൽക്കുലേറ്റഡ് റിസ്കിന്റെ എലമെന്റ് ഉണ്ടെങ്കിൽ, കാരണം വെച്ചാൽ ആളുകൾ പറയുന്ന സമയത്ത് പിന്നെ ഫിലിം പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു ഏരിയ ആണ്, ചൂതാട്ടമാണ്, അങ്ങനെ പലതരം ഈ പറയുന്ന പിന്നോട്ട് വലിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഒരു പുതിയൊരാൾക്ക് സധൈര്യം കടന്നു വരാവുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് മലയാളം. തിരഞ്ഞെടുക്കാവുന്ന ഒരു മേഖല തന്നെയാണ് പ്രൊഡക്ഷൻ എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ എന്താ പറയുന്നത്, ആ റിസ്ക് ഏറ്റെടുക്കുമ്പോഴുള്ളൊരു ക്രൈറ്റീരിയ എന്തൊക്കെ ആയിരിക്കണം, എന്തൊക്കെ കരുതൽ വേണമെന്നാണ് വ്യക്തിപരമായിട്ട് പറയുന്നത്? ഞാൻ ആദ്യം കള്ളപ്പണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ NRI ആണ്. എൻ്റെ വീട്ടിൽ ഡിസംബർ 16 ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ വീട്ടിലൊക്കെ റെയ്ഡ് നടന്ന കൂടെ എൻ്റെ വീട്ടിലും റെയ്ഡ് ഉണ്ടായിരുന്നു. അവർക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പേപ്പർ പോലും ഒന്നും കിട്ടിയില്ല. കാരണം എൻ്റെ ഞാൻ പക്ക NRI. കാര്യം ഞാൻ ഒരിക്കലും റിസ്ക് വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറെ വെച്ച് കഴിവതും വണ്ടി ഓടിക്കത്തുള്ളൂ. പിന്നെ ഈ ഹില്ലൊക്കെ പോകുമ്പോൾ മാത്രമേ ഓടിക്കത്തുള്ളൂ. കാരണം ജീവിതം വളരെ ആവശ്യമില്ലാത്ത ടെൻഷനിലേക്ക് പോകാതെ ജീവിക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഒരു കള്ളപ്പണം പൈസ ക്യാഷ് ഡീലിങ്സ് ഒന്നുമില്ല. പിന്നെ പുതിയ ഒരു പ്രൊഡ്യൂസർ വന്ന് സിനിമ എടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം അവർ ആദ്യം തന്നെ ആവേശഭരിതരാകല്ല, ഈ പറയുന്നതെല്ലാം വിശ്വസിക്കല്ല. നമ്മളെപ്പോഴും ഈ ഒരു കാര്യം ഒരാൾ പറയുമ്പം അതിൽ നമ്മൾ വിശ്വസിക്കേണ്ട ചില ഭാഗങ്ങൾ മാത്രം വിശ്വസിക്കാവുള്ളൂ. എടുത്തുചാട്ടം ഇതെല്ലാം ഒഴിവാക്കിയാൽ നല്ല സിനിമകളിൽ നല്ല കഥകൾ കേട്ട് ഞാൻ 10 പേരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മളൊന്നിലും ഞാൻ പറയില്ല, ഇപ്പോൾ എന്നാൽ താൻ പോയി കേസുകൂടെ സിനിമ നമ്മൾ 5-6 ഡയറക്ടേഴ്സിനെ സിനിമയുടെ ആദ്യത്തെ കാണിച്ചു. അത് കാണിച്ചത് കൊണ്ട് നമുക്ക് ഗുണമാണ്. ഇപ്പം എന്തിനാ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അന്നേരം ഈ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ 10 പേരുടെ ഇപ്പം ജെനുവിനായിട്ട് ഉത്തരം പറയുന്ന 10 പേരുടെ അഭിപ്രായം ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കും. എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വന്നാൽ ഇത് നല്ല ഇൻഡസ്ട്രിയാണ്. ഇംഗ്ലീഷ് സിനിമകളൊക്കെ എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി അല്ലേ. ഈവൻ തെലുങ്ക് പൈസ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി അല്ലേ. ഇവിടെയും അത് എന്തുകൊണ്ടോ ഒക്കാത്ത? തീർച്ചയായിട്ടും ഉണ്ടാക്കാം. പൈസ ഉണ്ടാക്കണമെങ്കിൽ പക്ക ബിസിനസ് മോഡൽ ഉണ്ടാക്കി ആ മൊഡ്യൂളിൽ നിന്നുകൊണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ബിസിനസ് ചെയ്താൽ തീർച്ചയായിട്ടും പൈസ ഉണ്ടാക്കും. ഒരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിലേക്ക് കൂടി വരാം. എക്സാക്ട്ലി. പ്രൊഫഷണൽ ഞാൻ പറയാം, സിനിമ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സിനിമ മാത്രമേ കാണുള്ളൂ. നമ്മുടെ സിനിമയുടെ സെറ്റുകളൊക്കെ അതുപോലെ. നമ്മുടെ ഒരു സിനിമയുടെ സെറ്റിൽ ഒരു മെയിൻ ടെക്നീഷ്യൻ സിനിമാ നടിയുടെ റൂമിൽ അറിയാതെ അറിഞ്ഞൊന്നും കയറിയതല്ല, കള്ളൊക്കെ കുടിച്ച് അറിയാതെ രാത്രി ചെന്ന് ഡോർ മുട്ടി. ഞാൻ ഖത്തറിലായിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അപ്പം വിളിച്ച് പറഞ്ഞത് പ്രൊഡക്ഷൻ കൺട്രോളോട് വിളിച്ച് പറഞ്ഞു, നാളെ രാവിലെ ആദ്യം ചെയ്യേണ്ടത് അയാളെ പിടിച്ച് നിർത്തുക, ഡയറക്ടർ, ക്യാമറാമാൻ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോൾ, ഈ 4 പേര് നിൽക്കുക. 4 പേരും പുള്ളിയുടെ ചൗക്കറ്റിക്കൂടെ ഓരോ അടി അടിക്കുക, വീഡിയോയിൽ കാണിക്കുക, എന്നിട്ട് പറഞ്ഞു വിടുക. ആ സിനിമയിലെ ഏറ്റവും വലിയ ഒരു ടെക്നീഷ്യനായിരുന്നു. പറഞ്ഞു വിട്ടു. അന്നേരം ആ ഡിസിപ്ലിൻ എല്ലാം ഇൻഡസ്ട്രിയിൽ ഉണ്ടായില്ലെങ്കിൽ, സിനിമയിൽ ഉണ്ടായില്ലെങ്കിൽ ഈ സിനിമ നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. ഈ സമഗ്ര സിനിമാ നയത്തിന്റെ കാര്യത്തിൽ ഒരു പ്രാഥമിക ഇടപെടൽ നടത്താൻ പറ്റുന്ന ഒരു ബോഡിയിലേക്കാണല്ലോ സന്തോഷേട്ടൻ പോകുന്നത്. ഈ പറയുന്ന ഇതുപോലുള്ള ഈ വിഷയങ്ങൾ, ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അടക്കമുള്ള ഈ പറയുന്ന ലഹരി അടക്കമുള്ള വിഷയങ്ങൾ അവിടെ റൈസ് ചെയ്യാവുന്ന രീതിയിൽ, സർക്കാർ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാവുന്ന രീതിയിലേക്ക് കൂടി ചിന്തിക്കുകയോ? ഞാൻ പറഞ്ഞേ, ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ അഡ്വക്കേറ്റ്സിനെ സിനിമയിൽ ഞാൻ അന്ന് തൊട്ട് എൻ്റെ സിനിമയിൽ വെക്കുന്നു, നിർബന്ധം അല്ലാഞ്ഞിട്ടും വെക്കുന്നുണ്ട്. എല്ലാ സിനിമയിലും ഉണ്ട്. എൻ്റെ സിനിമയിൽ 2-3 അഡ്വക്കേറ്റ്സിനെ വെക്കും. ഒരു 2 ലേഡി അഡ്വക്കേറ്റ്, ഒരു ആണ്. ആണുങ്ങൾക്കും നീതി വേണമല്ലോ, പെണ്ണുങ്ങൾക്ക് മാത്രമല്ലല്ലോ വേണ്ടത് എന്ന് പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും ഞാൻ ഈ കമ്മിറ്റിയിൽ പറയാൻ പോകുന്ന ഒന്ന് ഈ ലഹരിയാണ്. ലഹരി എന്ന് പറയുന്ന സാധനം സിനിമയുടെ പ്രൊഡക്ഷനെ മാത്രമല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇവരൊക്കെ ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കും ഇതില്ലാതെ നടക്കത്തില്ലെന്ന്. ഞാൻ പലരെയും കാണാറുണ്ട്. പലരും ഇതില്ലാതെ സിനിമ പിടിക്കാനൊക്കത്തില്ല, ഇതില്ലാതെ ചിന്തകൾ മനസ്സിലേക്ക് വരത്തില്ല എന്ന് ചിന്തിക്കുന്ന എന്തുമാത്രം ആൾക്കാരാണെന്ന് പറയും. മൂഢ ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ കോട്ടത്ത് 2 പേരുണ്ടായിരുന്നു പണ്ട്. ഈ പൊറോട്ട നടക്കുന്ന 2 പേരുണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ട്. ഇവർ ടൗണിൽ കൂടെ പൊറോട്ട നടക്കത്തുള്ളൂ. റിവേഴ്സ് സബു എന്നാ പേര്. കഞ്ചാവ് വലിച്ച് അവസാനം ഭയങ്കര മിടുക്കനാന്നാണ് കേട്ടിട്ടുള്ളത് പണ്ട്.
എന്നിട്ട് ഇവരെ കണ്ടു ഒക്കെ വളർന്നതുകൊണ്ട് ഞാൻ ഒരു കാലഘട്ടത്തിലും എനിക്ക് ആ ആ ഭാഗത്തോട് ഒരു രീതിയിലും സന്ധി ചെയ്യാനൊക്കത്തില്ല. അന്നേരം ഇത് ഇൻഡസ്ട്രിയിൽ തീർച്ചയായിട്ടും തുടച്ച് നീക്കപ്പെട്ട സാധനമാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. അതിനുവേണ്ടി ഞാൻ ഏത് രീതി വരെ പോകാനും ഞാൻ റെഡിയാണ്. ഞാൻ തീർച്ചയായിട്ടും ഈ കമ്മിറ്റിയിൽ പറയാൻ പോകുന്ന ഒരു മെയിൻ വിഷയമാണത്. എങ്ങനെ ബാക്കിയുള്ളവരെന്നെ കാണുമെന്ന് അറിയത്തില്ല, എന്നെ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും, കാരണം കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് വരുമാനത്തിലൊന്നും പോകല്ലോ. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനൊത്താൽ അത് തീർച്ചയായിട്ടും ആ കമ്മിറ്റിക്ക്, ആ സിനിമയ്ക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലും ചെയ്യാത്ത ചെയ്തിരിക്കും. അപ്പോൾ താങ്ക് യു. എന്തായാലും ഇനി എണ്ണം പറഞ്ഞ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സിനിമയാണ് മലയാളത്തിന് ഇതുവരെ സമ്മാനിച്ചിട്ടുള്ളത്. അതുപോലുള്ള കൂടുതൽ സിനിമകൾ സമ്മാനിക്കാൻ സന്തോഷത്തിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും താങ്ക് യു.